3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശശികൂടെ 3 ദിവസം മുമ്പ് പറഞ്ഞു ഞാൻ തോൽക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ സാമുദായിക പ്രശ്നം ഉരുണ്ടുകൂടിയോടുകൂടിയിട്ട് അതൊരിക്കലും ഇനി കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഞ്ചായത്തായിരുന്നു പെരിങ്ങോട്ടുകുറിശി. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന പെരിങ്ങോട്ടുകുറിശിയിൽ ഇത്തവണ AV ഗോപിനാഥും LDFും ഒരുമിച്ച് മത്സരിച്ച് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പരാജയപ്പെടുകയാണ് ചെയ്തത്. AV ഗോപിനാഥ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചാണ് ഈ താങ്കൾ LDFിനൊപ്പം നിന്നത്. എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഇപ്പോഴും പരാജയപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇത് ജനവിധി ഞാൻ മാനിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനവിധി നമ്മൾ 19 കൊല്ലം ഇരുന്നിട്ട് ഇപ്പം വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ 100% ഉൾക്കൊള്ളുന്നു. അതിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ CPMൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരോധമായൊരു സാഹചര്യം വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരെയും BJP, കോൺഗ്രസ് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് എന്നെ മാത്രമാണ്. അവരെല്ലാവരും ഒന്നിച്ചിട്ടാവും, പരസ്പരം വോട്ട് മറിച്ചിട്ടാണ് ഇത് ചെയ്തത്. അല്ലാണ്ട് ഒരിക്കലും തോൽക്കാൻ കഴിയില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു, അത്ര തന്നെ. ഇപ്പോൾ ഈ താങ്കൾ ഇവിടെ ദീർഘകാല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, MLA ആയിരുന്നു, DCC പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയുള്ള താങ്കൾ ഒരു 30-32 വയസ്സുള്ള ഒരു പുതു ആളോടാണ് തോറ്റത്. അത് എന്തുകൊണ്ട് എന്ന് ഒരു പഠനം നടത്തും. ആ പഠനം നടത്തുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണത് സംഭവിച്ചത്, എന്താണ് എൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. അത് ഞങ്ങൾ വിലയിരുത്താൻ പോകുന്നുണ്ട്. വിലയിരുത്തട്ടെ. എന്നിട്ടാണ് ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്. താങ്കൾ ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. 3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശശികൂടെ 3 ദിവസം മുമ്പ് പറഞ്ഞു ഞാൻ തോൽക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ സാമുദായിക പ്രശ്നം ഉരുണ്ടുകൂടിയോടുകൂടിയിട്ട് അതൊരിക്കലും ഇനി കറക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തോൽക്കുന്നുള്ളതൊക്കെ എനിക്ക് 3 ദിവസം മുമ്പേ 4 ദിവസം മുമ്പേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ CPMന് അകത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ നിങ്ങളെ കൂടി ബാധിച്ചു? 100% ബാധിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു പ്രശ്നം? അത് അവരുടെ ആഭ്യന്തര വിഷയം പറഞ്ഞാൽ പറഞ്ഞില്ലേ, സ്ഥാനാർത്ഥിയെ നിർത്തി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി. അല്ലെങ്കിൽ 3 സീറ്റ് ജയിക്കും. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ 3 സീറ്റ് ഞങ്ങൾ ജയിക്കും. ഞാൻ ജയിക്കും, വേറെ 2 ആളും ജയിക്കും. അതായത് CPMനകത്തെ സ്ഥാനാർത്ഥി നിർണയം പാളിയത് നിങ്ങൾ ഉൾപ്പെടെയുള്ള IDF LDF മുന്നണിയെ ബാധിച്ചു. CPMൻ്റെ അകത്തെ സ്ഥാനാർത്ഥി നിർണയമല്ല, CPM ഞങ്ങളെ അവിടെ പറയേണ്ടത് ഞാൻ പരിമിതിപ്പെടുത്തുകയാണ്. CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളെ തോൽപ്പിക്കാനുള്ള മാർഗം ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു മുന്നണിയായി മത്സരിക്കുമ്പോൾ CPM നിങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞാൽ CPMന് കൂടുതൽ സീറ്റ് കിട്ടണം, ഞങ്ങൾക്ക് കുറയണം. ആ ഒരു പ്ലാനിൽ അവർ മുന്നോട്ട് പോയി. അവരുടെ കയ്യിൽ ഭരണം സ്വന്തമായി നിർത്താനുള്ള മാർഗം അവർ പരിശോധിച്ചു. അതായത് ഈ കോൺഗ്രസിൻ്റെ ഒരു കുത്തക സ്ഥലമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസ്സിന് വരുമ്പോൾ അത് നിങ്ങളും അവരും ഒരുമിച്ച് ഭരിക്കുക എന്നുള്ളതിന് പകരം അത് അവർ മുതലെടുക്കാൻ ശ്രമിച്ചു. അല്ല, അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടണം. മത്സരത്തിൻ്റെ ഇടയിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും ഞങ്ങൾ അറിയുകയും ചെയ്തുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെരിങ്ങോട്ടുകുറിശി താങ്കളെപ്പോലുള്ള വളരെ പ്രമുഖനായ ഈ ദീർഘകാലം പ്രസിഡൻ്റായ ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആളുകൾ ഈ കൈപ്പത്തി എന്ന ചിഹ്നം നോക്കി കോൺഗ്രസിനെ നോക്കി വോട്ട് ചെയ്യുന്നു എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സംഭവമില്ല. കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ധാരാളം പ്രവർത്തകർ ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നു, ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. കൈപ്പത്തി എന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹചര്യം ഞങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് സർക്കാരിന് എതിരായ ആളുകളുടെ വികാരം അടക്കം തോൽവിക്ക് കാരണമായി. വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ CPMുമായിട്ടുള്ള ഈ സഹകരണം എങ്ങനെ കൊണ്ടുപോകുമോ? അല്ല, ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ CPMുമായിട്ട് സഹകരണം ഞങ്ങൾ കുറച്ച് കൊണ്ടുപോകും. എത്ര കാലം നിൽക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ CPM താങ്കൾക്കൊരു സീറ്റ് ഓഫർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അതൊക്കെ അപ്പം പരിഗണിക്കേണ്ട കാര്യമാണ്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ നോക്കാം. ഇപ്പം എന്തായാലും ഇവിടെ ഒരു ഭരണമാറ്റം ലക്ഷ്യം വെച്ച് ഈ LDFുമായി സഹകരിച്ചത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് CPMൻ്റെ ആഭ്യന്തര വിഷയങ്ങളാണ് അതെല്ലാം ഉണ്ടായത്. അത് ഇനി CPMൻ്റെ ഉന്നത നേതാക്കളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമോ? ഇല്ല, ഞാൻ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല. അവർ സ്വയം വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഞാൻ അവരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ, അവരെ കൊണ്ട് പറയാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
എന്തായാലും എ വി ഗോപിനാഥ് വലിയ പ്രതീക്ഷയിലാണ്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇജ്മൽ, മീഡിയ 1 പാലക്കാട്.